ഇതാണ് ബെനിഫിറ്റ്സ് ഓഫ് കമ്മിങ് ടു അൺഎക്സ്പ്ലോർഡ് പ്ലേസസ്. ഒറ്റ ആളില്ല കണ്ട, കാട്ടിനകത്താണ് നമ്മളിപ്പോ. ശരിക്കും തിക് ഫോറസ്റ്റ് ആണ് ഇത്. ഇതില്ലേ ഈ വീഡിയോ ഗെയിംസിലോ അല്ലെങ്കിൽ ഇംഗ്ലീഷ് പടത്തിലൊക്കെ ഈ ട്രഷർ ഹണ്ടിങ്ങിന് പോകുന്ന ഒരു സ്ഥലം പോലെ ഇല്ലേ? ഇറ്റ് ഈസ് ലിറ്ററലി ഐസ്, ഐസി നിൽക്കുന്ന പോലെയുണ്ട്. വെള്ളത്തിൽ നിൽക്കുന്നവര് കാണിക്കും. ജിബിയില് മിനി തായ്ലൻഡ് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. It's not there in Google Maps. Let's explore hidden places together. Welcome to mini Thailand. How beautiful is this? How beautiful is this, Priya? I love Himachal Pradesh. I love nature. അപ്പോൾ കിട്ടില്ല സൂപ്പർ ലഞ്ച്. എനിക്ക് ആക്ച്വലി സത്യം പറഞ്ഞാൽ ചിക്കൻ പീസ് കിട്ടിയില്ല കേട്ടോ. ഒരു പ്ലേറ്റ് പ്രിയൻ ഡാഡിയും ടേസ്റ്റ് ചെയ്തുകൊണ്ട് ഫുൾ തീർത്തു. ഞാൻ ലാസ്റ്റ് കുറച്ച് പഞ്ചസാരയായിട്ട് ചപ്പാത്തി കഴിച്ചത്. അതുകൊണ്ടാണ് ഞാൻ കഴിക്കുന്നത് എടുക്കാതിരുന്നത്. രാത്രിത്തേക്ക് അതുകൊണ്ട് 2 പ്ലേറ്റ് ചിക്കൻ പറഞ്ഞിട്ടുണ്ട്. കാരണം പിള്ളേർ അടിപൊളി പിള്ളേരാണ് കുക്ക്. അപ്പോൾ ഇനി നമ്മൾ സൈറ്റ് സീയിങ്ങിലേക്ക് പോവാണ്. ജിബി വാട്ടർഫാൾ ചെറിയ ട്രെക്കുണ്ട്. ഹോപ്പ്ഫുള്ളി ഇറ്റ് ബി ഈസി. ഞാനും പ്രിയൻ തമ്മിൽ അടിയാവില്ല എന്ന് വിചാരിക്കുന്നു. ഞാൻ വെറുതെ നടന്നു പോയപ്പോൾ ഒരു സാധനം കണ്ടാണ്. ബനോഫെ പായ് എന്നൊക്കെ പറഞ്ഞാണ്. ബനോഫെ പായ് ഒന്നുമല്ല, പക്ഷെ ഭയങ്കര ടേസ്റ്റ്, ക്രീമും ചോക്ലേറ്റും. ന്യൂ ഡിസ്കവറീസ് വൈൽ ട്രാവലിംഗ്, എസ്പെഷ്യലി വെൻ ഇറ്റ് ഫുഡ്സ് മേക്ക് ദില്ലു വെരി ഹാപ്പി. ഒരു വെറുതെ നടന്നു പോയപ്പോൾ ഒരു ഇസ്രേലി കഫേ, അവിടെ നിന്ന് കിട്ടിയ ഒരു ഡെസേർട്ട്. ജസ്റ്റ് ഹാവ് 1 bite and see. What is this? I don't know, just something so tasty, that's all. എന്താ അല്ലേ, എവിടെ വന്ന് എന്തൊക്കെയാ കഴിക്കുന്നത്? നമ്മുടെ ഒരു യോഗം. അവര് പറയുന്നത് എന്തോ പൈന്നൊക്കെയാ പറയുന്നത്. അതൊന്നുമല്ല, അവരുടെ ഒരു സ്വന്തം ക്രിയേഷനാണ്. നാളെ നമുക്ക് അവിടെ നിന്ന് കഴിക്കാം കേട്ടോ. നല്ല സ്ഥലം. ഹായ് പ്രിയ, വെൽക്കം ടു അവർ നെക്സ്റ്റ് ഹൈക്ക്. ദിസ് ഇസ് ജിബി വാട്ടർഫാൾ. എന്ത് രസമായിട്ട് അവർ ചെയ്തിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു അത്രയും ഭയങ്കര നമ്മുടെ അതിരമ്പള്ളി വാട്ടർഫാൾ പോലെയൊന്നും അല്ല, പക്ഷെ എന്നാലും അവർ ചെയ്തിരിക്കുന്നത് കണ്ടാ. ഇറ്റ് ഫീൽസ് ലൈക്ക് എ ഗുഡ് പ്ലേസ് ടു വാക്ക്. നോ, യു ആർ വെയറിംഗ് ഡൗൺ ജാക്കറ്റ്. വെയർ ഗ്ലൗസ്. ഇതുണ്ട് തല മുട്ടാതിരിക്കാൻ വേണ്ടി. ഇതൊക്കെ ചെറിയ കാര്യങ്ങളാണ്, പക്ഷെ നിങ്ങൾക്കറിയില്ല, ഇത് ഓൾ ദിസ് മേക്സ് എ ലോട്ട് ഓഫ് ഡിഫറൻസ്. അറ്റൻഷൻ ടു ഡീറ്റെയിൽ. അതെ. ഓഫ്, എന്തൊരു ബ്യൂട്ടിഫുൾ ഹൈക്കാ പ്രിയ. ആ, ഇവിടെ വേദ ബനിയൻ ഇട്ടുകൊണ്ട് കിടക്കുന്നു. പ്രിയ ഇവിടെ ടീഷർട്ടും മറ്റേതൊക്കെ ഇട്ടുകൊണ്ട് കിടക്കും. അല്ല, ടീഷർട്ട് അല്ല, ഡൗൺ ജാക്കറ്റും ഗ്ലൗസ് ഒക്കെ. ജസ്റ്റ് സീ ഹൗ ബ്യൂട്ടിഫുൾ ഇസ് ദിസ് വാക്ക്. ഓ, ഇതേ ഒരു ബേർഡ് വന്നിരിക്കുക. ഏത് ബേർഡാവോ? ബേർഡ് വാച്ചേഴ്സിനൊക്കെ മെയിൻ സ്ഥലമാണ് ജിബി. പ്രിയ, ഒരു ബൈനോക്കുലേഴ്സ് വാങ്ങി തന്ന ബേർഡ് വാച്ച് ചെയ്യോ? വെറുതെ കസരിട്ടിരുന്നാ മതി. അതാണ് ഏറ്റവും കൊറേ നേരം ഇരിക്കണം എന്നേ ഉള്ളൂ. അത് പിന്നെ ഇഷ്ടമാണല്ലോ. അതെ. ഓ, ഹൗ ക്യൂട്ട് ഇസ് ദിസ് ബ്രിഡ്ജ്. അത് മനസ്സിലാകാൻ പറ്റില്ല. ഡാഡി, എങ്ങനെയുണ്ട് സ്ഥലം? കാട്ടിനകത്ത് പോകുന്ന മാതിരിയുണ്ട് അല്ലേ? പക്ഷെ നടക്കാനൊക്കെ നല്ല ട്രാക്കൊക്കെ ഇട്ടിട്ടുണ്ട് അവര്. ചെറിയ സംഭവം അവര് ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആക്കാൻ നോക്ക്. ഇതാണ് സംഭവം. പ്രിയ, നമുക്കിവിടെ കാണാൻ പറ്റാത്തതും പക്ഷെ ഏറ്റവും കൂടുതലുള്ള സാധനം എന്താണെന്നറിയോ? ഫ്ലൈയിങ് സ്കുരൽസ് ഒരുപാടുണ്ട്. അല്ല, അത് ബേർഡ് അല്ലേ. ഫ്ലൈയിങ് സ്കുരൽ ഒരു മരത്തിൽ നിന്ന് മറ്റേ മരത്തിലേക്ക് ചാടും, ബട്ട് ഇറ്റ് ലുക്ക് ലൈക്ക് എ ബാറ്റ്. ഭയങ്കര രസമാണ്. ഞാൻ 1-2 കണ്ടു വരുന്ന വഴിക്ക്, പക്ഷെ ഡീറ്റെയിൽഡ് ആയിട്ട്. ഏയ്, സ്കുരൽസ് അല്ലേ. ഓ, എന്ത് രസം നോക്ക്. ചെറിയ ചെറിയ ബ്രിഡ്ജൊക്കെ വെച്ച് അവരറിഞ്ഞുകൊണ്ട് ഇങ്ങനെ വളരെ ബ്യൂട്ടിഫുൾ ആയി ചെയ്തിരിക്കും. ജസ്റ്റ് സീ ഗൈസ്, ദിസ് ഇസ് ഹെവൻ. ലിറ്ററലി ദിസ് പ്ലേസ് ഇസ് ഹെവൻ. ആ, അത് വെള്ളം വേദന്റെ ബാട്ടപ്പ് അല്ല അത്. ആ, വേദന ഇപ്പൊ ചാടണം അതിലേക്ക്. പിന്നെ തണുപ്പ് വിഷയമല്ലല്ലോ വേദൂന്. ഹൗ ബ്യൂട്ടിഫുൾ, മൈ ഗോഡ്. ആ, ആൻഡ് ഒറ്റ പ്ലാസ്റ്റിക് വേസ്റ്റോ പേപ്പർ വേസ്റ്റോ ഒന്നുമില്ല കേട്ടോ. ഒരുപാട് ടൂറിസ്റ്റ് വരുന്നതാണെങ്കിലും ഇറ്റ്സ് വെരി വെൽ മെയിൻറ്റെയിൻ. അതെന്താണെന്ന് അറിയാം, ഇവിടെയൊക്കെ അങ്ങനെ മാസ് ടൂറിസം അല്ല. ജെന്യുവൻലി നേച്ചർ ലവേഴ്സ് ഒക്കെ കൂടുതൽ ഇങ്ങോട്ട് സ്ഥലത്തൊക്കെ വരുന്നത്. അതുകൊണ്ട് അവർ നശിപ്പിക്കത്തില്ല സ്ഥലങ്ങൾ. എന്ത്? ഏയ്, അതൊന്നുമില്ല. നടന്നോ. ഇതാണ് ബെനിഫിറ്റ്സ് ഓഫ് കമ്മിങ് ടു അൺഎക്സ്പ്ലോർഡ് പ്ലേസസ്. ഒറ്റ ആളില്ല കണ്ട. കാട്ടിനകത്താണ് നമ്മളിപ്പോ. ശരിക്കും തിക് ഫോറസ്റ്റ് ആണ് ഇത്. വെരി തിക് ഫോറസ്റ്റ് കണ്ട. ഒന്നുമില്ല. വി ആർ ഓൾ അലോൺ. നമ്മളും കുറെ ബേർഡ്സും എവിടെയെങ്കിലും കുറെ ആനിമൽസും കുറെ ചെടികളും കുറെ വെള്ളവും ആൻഡ് നേച്ചർ. വേദു ലയൺ.
വല്ല ടൈഗറോ ലയനോ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഓടുവാന്ന് ചോദിച്ചു. അപ്പൊ പിന്നെ ഓടണ്ടേ പറഞ്ഞപ്പോഴേ ഡാഡി പറയാൻ ഞാൻ കുനിഞ്ഞു നിൽക്കുന്ന ആനിമലിനെ പോലെ. എന്നിട്ട് ഗുരുവായൂരപ്പാന്ന് വിളിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു ഇതൊക്കെ പറയും, വരുമ്പോ ആദ്യം നമ്മളെ തട്ടി മാറ്റി ഓടണ ഡാഡി ആയിരിക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ ഈ ബോക്ക്. ഇത് വൺ ഓഫ് ദ ഈസിയസ്റ്റ് ഹൈക്ക് ഓൾസോ പ്രിയ. കാരണം ഞാൻ പറഞ്ഞില്ലേ ഇതുപോലെ പാത്തൊക്കെ ഉണ്ടല്ലോ, ആകെ കൂടെ 1 കിലോമീറ്റർ കണ്ടേ ഉള്ളൂ തോന്നുന്നു നടക്കാൻ. ആ ബ്യൂട്ടിഫുൾ. പ്രിയ ഈ വെള്ളത്തിന്റെ ക്ലാരിറ്റി നോക്ക്. വെള്ളം ഉണ്ടോ അതോ കണ്ണാടിയാണോ ഒന്നും അറിയാൻ പറ്റുന്നില്ല. കല്ല് മുട്ടി തട്ടി 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 വരുമ്പോഴേ ഫിൽട്ടർ ആവും. എന്തൊരു ക്ലിയർ വാട്ടർ. ഇത് വേണമെങ്കിൽ നമുക്ക് നേരിട്ട് എടുത്ത് കുടിക്കാം, ഒരു കുഴപ്പമില്ല. പ്രിയ ഇതില്ലേ ഈ വീഡിയോ ഗെയിംസിലോ അല്ലെങ്കിൽ ഇംഗ്ലീഷ് പടത്തിലൊക്കെ ഈ ട്രഷർ ഹണ്ടിങ്ങിന് പോകുന്ന ഒരു സ്ഥലം പോലെ ഇല്ലേ? ആ ലാറ ക്രാഫ്റ്റ് അങ്ങനെ ഇതൊക്കെ ഉണ്ട്, ട്രഷർ ഹണ്ടിങ് ഗെയിംസ് പോലെ. പ്രിയ ഹൗ ബ്യൂട്ടിഫുൾ ഇസ് ദിസ് പ്ലേസ്. ഫസ്റ്റ് ഓഫ് ഓൾ ഇങ്ങനത്തെ ട്രെക്ക് ഇഷ്ടമാണോ? എത്ര 300 മീറ്റർ ട്രെക്ക്. ഓ ദിസ് ഇസ് ദ വ്യൂ. ഹൗ ബ്യൂട്ടിഫുൾ, ഹൗ അമേസിങ്, ഹൗ സ്റ്റണിങ്. ഓ ഇതിൻ്റെ സ്പെഷ്യാലിറ്റി എന്താ പറയുക, വാട്ടർഫാൾ സോ വെൽ മെയിൻ പ്രിസർവ്. ഇത് കണ്ട് ഇവർ വാട്ടർഫാളിൽ ദ വാട്ടർ സോ ക്ലീൻ, സോ ക്ലീൻ, സോ ക്ലീൻ, സോ ക്ലീൻ. എന്നിട്ട് അവിടെ നിന്ന് ഒരു ചെറിയ ഡ്രെയിനേജ് പോലെ വെച്ചിട്ട് ആ വെള്ളം മൊത്തം ഇവിടെ ഒരു പോണ്ടിൽ നിറയും. കണ്ട ഇതാണ് സംഭവം. ആൻഡ് വി ആർ സറൗണ്ടഡ് ബൈ ദിസ് ബ്യൂട്ടി. ഓ നമുക്കേ വെറുതെ നമ്മൾ മറ്റേ എന്താ ഡീടോക്സും റിജുവിനേഷൻ എന്നൊക്കെ പറഞ്ഞ് പോകേണ്ട ആവശ്യമില്ല. ഇങ്ങനത്തെ ഒക്കെ ഒരു സ്ഥലത്ത് വന്നാൽ മതി ഇഷ്ടമുള്ളവരായിട്ട്. യു വിൽ ബി ഹാപ്പിയസ്റ്റ് ടു ദ കോ. ഇങ്ങനത്തെ ഒക്കെ സ്ഥലത്ത് വന്നു കഴിഞ്ഞാൽ ഇരിക്കുന്ന നോക്ക്. ചെറിയ വാട്ടർഫാൾ എത്ര ഭംഗിയായിട്ട് അവർ വെച്ചിരിക്കുന്നത്. എന്ത് ഭംഗിയാ കാണാൻ, ആ നേച്ചറിന്റെ ഒരു ഭംഗിയാണ്. അതെ സംരക്ഷിക്കുന്നുണ്ട്. ഈ വെള്ളത്തിൽ കാലുമുക്കാൻ ധൈര്യം ഉണ്ടോ? ഭയങ്കര തണുപ്പായിരിക്കും. ഞാൻ നിൽക്കാം. എന്തൊരു തണുപ്പായിരിക്കും അറിയോ? നോക്കട്ടെ പ്രിയ, ഞാൻ ഇറങ്ങട്ടെ വെള്ളത്തില്. ചെരുപ്പ് ഊരിട്. ഷൂ വാട്ടർ പ്രൂഫാ. എന്നാലേ കാലിന് വെള്ളത്തിന്റെ ഫീല് കിട്ടുള്ളൂ. കാലിന്റെ ഇറ്റ് ഇസ് ലിറ്ററലി ഐസ്. ഐസി നിൽക്കുന്ന പോലെയുണ്ട്. വെള്ളത്തിൽ നിൽക്കുന്നവര് കാണിക്കാം. മൈ ഗോഡ്. പക്ഷെ ഒന്ന് കുറച്ചേരം കഴിഞ്ഞാൽ സുഖമായി കേട്ടോ. പക്ഷെ വെള്ളം കംപ്ലീറ്റ് കാല് നനയുന്നില്ല. ആടി ഇത്രയും തന്നെ കൂടുതല. ഭയങ്കര തണുപ്പ്. ആ ഷൂല് ഓട്ടയുണ്ട് ഡാഡി. ആ ഷൂ ഓട്ടയുള്ള ഷൂ ഫുൾ വെള്ളം വരും അകത്തേക്ക്. നല്ല സുഖമുണ്ടോ? അടിപൊളി. ഓ മൈ ഗോഡ്. എനിക്ക് തണുപ്പ് ഭയങ്കര ഇഷ്ടമാണ്. ഐസ് ആയാലും കുഴപ്പമില്ല, വിറച്ചാലും കുഴപ്പമില്ല, തണുപ്പ് ഭയങ്കര ഇഷ്ടമാണ്. സോ കൂൾ ണ്ടോ. ഇതെന്താ അറിയോ, ഇപ്പൊ ഈ ഷൂസിൽ അഴുക്കുണ്ടെങ്കിലും താഴത്തേക്ക് എത്തുമ്പോൾ ഫിൽട്ടർ ചെയ്ത് എത്തുന്നത് ഈ കല്ലിൽ കൂടെ ഫിൽട്ടർ ആയിക്കൊണ്ടിരിക്കും. അപ്പൊ ഞാൻ താഴെ പോയി ഇതിന്ന് ഒരു കൈ ഒരു കൈ കൂമ്പില് തണുത്ത വെള്ളം കുടിക്കുന്നതായിരിക്കും. താഴെ എത്തുന്നവരും വെള്ളം കൂടുതൽ പ്യുവർ ആയിരിക്കും. ആ വാട്ടർഫാളിന്റെ താഴെ പോയി കുളിക്കാവോ? ഞാനും വിചാരിക്കും. പിന്നെ എന്തൊരു നല്ല സ്വപ്നം. പ്രിയ ഡാഡി കുളിക്കോ? നല്ല സമ്മർ ആയിരുന്നെങ്കിൽ കുളിച്ചേനെ. ഇവിടെ സമ്മർ അങ്ങനെ വരില്ലല്ലോ. സമ്മർ ആണെങ്കിലും ഞാൻ കുളിക്കില്ല. എന്ത് രസം. സമ്മർ ആണെങ്കിലും ചൂടുവെള്ളം വേണം പ്രിയക്ക്. നടക്കാം, തിരിച്ചു പോവാം. എന്നാലും ബേർത്തായില്ല വന്നത്. ഭയങ്കര എന്തൊരു കാഴ്ചയായി പോയി. ഒന്നും കൂടെ കാണിച്ചിട്ട് പോവാം നമ്മുടെ ജിബി വാട്ടർഫാൾ. വേദു ആക്ച്വലി ഒരു അത്യാവശ്യം നന്നായി ഹൈക്ക് ചെയ്യുന്ന ഒരാളാണ്. കാരണം നോക്കി നടക്കും, കല്ല് ഏതാ, എവിടെയാ ചാടേണ്ടത്, എങ്ങനെയാ സ്റ്റെപ്സ് കയറേണ്ടതെന്ന് എല്ലാം വേദുവിന് അറിയാം. ഒൺലി തിങ് സ്ലിപ്പറി സർഫസ് എത്തിക്കഴിഞ്ഞാൽ വേദുവിന് പേടി, അപ്പോൾ എടുക്കണം. കാരണം ഒരു തവണ ബാത്റൂമിൽ വീടും. പക്ഷേ ഇത് നോക്കിക്കാൻ തന്നെ വേദു എവിടെ എത്തുന്നു എന്നൊക്കെ നോക്കി തന്നെ അവിടെ നിന്ന് പതുക്കെ അവിടെ നോക്കിയിട്ടൊക്കെ ഇറങ്ങുള്ളൂ. കണ്ട താഴത്തേക്കൊക്കെ നോക്കി. സോ നമ്മുടെ ഒരു ഫ്യൂച്ചർ ഹൈക്കിംഗ് ബ്ലോഗറൊക്കെ മാറും അപ്പയുടെ കൂടെ വേദു. ഓ സൂപ്പർ വേദു. ഹൈക്ക് ചെയ്ത ആളാണ് ജിബിയിലൊക്കെ. ആ നമുക്ക് വേദു വലുതാകുമ്പോൾ കാണിച്ചു കൊടുക്കാം. വേദു 2 വയസ്സിലെ ഇത്ര അടിപൊളിയായിരുന്നു എന്ന്. തണുത്ത വെള്ളം. ഐസ് വാട്ടർ ആണോ? ഐസ് വാട്ടർ അല്ലെങ്കിൽ ഐസ് ഇഷ്ടമാണ്. ഇതിലൂടെ നല്ല തണുത്ത ഫ്രഷ് മൗണ്ടൻ സ്പ്രിംഗ് വാട്ടർ.
നല്ല ടേസ്റ്റാ, എക്കോഫിനൊക്കെ മാറി കിട്ടും. നല്ല ടേസ്റ്റാ. കുപ്പിയിൽ കളക്ട് ചെയ്തുകൊണ്ട് കുടിക്കാൻ കൊണ്ടുപോയാലോ? ഏറ്റവും ബെസ്റ്റ് ഡ്രിങ്ക് ഇൻ ദ വേൾഡ്, കോൾഡ് മൗണ്ടൻ വാട്ടർ, പ്യോർ വാട്ടർ. ജിബിയിൽ മിനി തായ്ലൻഡ് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. ഇറ്റ്സ് നോട്ട് ദർ ഇൻ ഗൂഗിൾ മാപ്സ്. ഞാൻ കുറേ ഇവിടുത്തെ ലോക്കൽ ട്രാവലേഴ്സൊക്കെ ആയിട്ട് സംസാരിച്ചിട്ട് കണ്ടുപിടിച്ച ഒരു സ്ഥലമാണ്. പക്ഷെ ഹൈക്ക് കുറച്ച് പാടാണ്. ഡാഡിക്കും വേദൂന്നൊന്നും വരാൻ പറ്റില്ല. ഇത് ഞാൻ പോകുന്ന വഴി എനിക്ക് കറക്റ്റാണെന്ന് പോലും അറിയില്ല. ഞാൻ പോയിട്ട് വരാം. പ്രിയം വേദമൊക്കെ കാറിലുണ്ട്. കറക്റ്റ് ആണെങ്കിൽ ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് ഈ സ്ഥലത്തേക്ക് പോകേണ്ടതെന്ന്. ഓക്കെ, ഞാൻ ഒന്ന് പോയി നോക്കട്ടെ. കണ്ട കുറച്ച് സ്റ്റീപ്പ് ഹൈക്കാണ്. എന്തായാലും ഒന്ന് പോയി നോക്കാം. ഇന്ന് മിക്കവാറും കാക്ക മലർന്നു പറക്കും. കാരണം എന്താ അറിയോ, ഹൈക്കിന് ഇറങ്ങിയപ്പോഴേക്കും പ്രിയ വിളിച്ചു, മിനി തായ്ലൻഡിലാണ് പോകുന്നതെന്ന് ചോദിച്ചു. തായ്ലൻഡ് കേട്ടാൽ പ്രിയ റെഡി, പ്രിയ ഹൈക്കിന് വരാമെന്ന് പറഞ്ഞു. അടിപൊളിയല്ലേ? സോ എക്സൈറ്റഡ് ടു സീ പ്രിയ, സോ എക്സൈറ്റഡ്. ഹായ് ഹൈക്കർ പ്രിയ, ഹായ്. തായ്ലൻഡിലേക്ക് പോവാം, വരൂ ഒന്ന്. അങ്ങനെ തായ്ലൻഡാണ്, വാ. ഹിഡൻ പ്ലേസ്, ലെറ്റ്സ് എക്സ്പ്ലോർ ഹിഡൻ പ്ലേസസ് ടുഗദർ, വാ. കൊല്ലാൻ കൊണ്ടുപോവാണല്ലേ. അങ്ങനെ ഞങ്ങൾ നല്ല ഗംഭീര ഹൈക്കിലാണ്. ഒരു കയ്യിൽ ക്യാമറ, ഒരു കയ്യിൽ പ്രിയ. ഇതൊക്കെ ചെയ്യണം പ്രിയ, ഞാൻ നിർബന്ധിച്ചാണ് വരുന്നത്. പക്ഷെ തായ്ലൻഡ് ആയതുകൊണ്ട് പ്രിയക്കൊരു സന്തോഷം. തായ്ലൻഡ് ആയാലും ഹൈക്കിന് പ്രിയ ഇല്ല അല്ലേ? ചെയ്തേ പറ്റും പ്രിയ. ഇനി കൊറിയയിലൊക്കെ നമുക്ക് പോയി ഹൈക്ക് ചെയ്യാനുള്ളതാ. എല്ലായിടത്തും ഞാൻ കൊണ്ടുപോകും. എല്ലായിടത്തും ഞാനും വേദവും കൂടെ കൊണ്ടുപോകും. അതൊന്നും കുഴപ്പമില്ല, ഇതൊക്കെ സുഖമായിട്ട് നടക്കാം. Just see how amazing is this. This is so pretty, this place. My God. വഴി ഏതാ പറയാ? അതിൽ കൂടെയാണോ? വഴിയൊന്നും അറിയില്ല കേട്ടോ, നമ്മൾ വെറുതെ നടക്കുക. പിന്നെ കൂട്ടിന് ഒരാളൊക്കെ സൈഡിൽ കിടക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. ആരൊക്കെയോ ഫുൾ അലേർട്ടാ. നമ്മളിത് തിരിച്ച് ഇത്ര ഹൈക്ക് ചെയ്ത് മുകളിലേക്ക് പോകണം. ഇത് തന്നെയാ പറയാ വഴി. പ്രിയ ഇപ്പോൾ ഹൈക്കിങ് എക്സ്പെർട്ടൊക്കെ അല്ലേ വഴിയൊക്കെ കണ്ടുപിടിച്ച്. ഞാൻ ഒന്ന് പോയി നോക്കിയിട്ട് വന്നു. അടിപൊളിയാണ്. ഞാൻ കണ്ടു, ഞാൻ കാണിച്ചില്ല. പ്രിയനെ കാണിക്കാം. കാരണം വഴിയൊക്കെ കുറച്ച് പൊട്ടിപ്പൊളിഞ്ഞ വഴിയായിരുന്നു. ഞാൻ ഇതിൽ കൂടെയൊക്കെ ചാടിയൊക്കെയാണ് വന്നത്. അപ്പോൾ ഞാൻ വേറെ നല്ല റൂട്ട് ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടി പോയതാണ്. അപ്പോൾ ഈ 2 പൈപ്പ് ഫോളോ ചെയ്താൽ മതി, നമുക്ക് നേരെ മിനി തായ്ലൻഡിലേക്ക് എത്താം. അത് വലിയ റൂട്ടും വലിയ കുഴപ്പമില്ല. ഇത് കുഴപ്പമില്ലാത്ത റൂട്ട്. പ്രിയക്ക് വരാൻ പറ്റും. പ്രിയ ബാ, എളുപ്പമാ. ഞാൻ ഈസി റൂട്ട് കണ്ടുപിടിച്ചു. ഇരിപ്പ് നോക്ക്, ബാ. ഇങ്ങോട്ട് എയറിൽ ചാടി കറങ്ങാൻ പറ്റുമോ? ഞാൻ ട്രൈ ചെയ്യരുത്. നല്ല ഹൈറ്റിൽ നിന്ന് ചാടുമ്പോൾ വെറുതെ സ്പിന്നൊക്കെ ചെയ്ത് വീഡിയോ എടുക്കാൻ. പക്ഷെ പ്രിയ റെഡി ആവുന്നില്ല. പ്രിയ റെഡി ആവോ? ഇത് നോക്ക്, ഇത് ഭംഗിയില്ലേ? ഇത് ഭംഗിയില്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ. ബ്യൂട്ടിഫുൾ വാക്ക്, എളുപ്പമാണ്. ഞാൻ അതിൽ കൂടെയൊക്കെ ഇറങ്ങിയാൽ പോയത്. ശരിക്കും ഇങ്ങനത്തെ ഒരു ഈസി വേ ഉണ്ടായിരുന്നു. ജസ്റ്റ് ഇമാജിൻ, ഇതൊക്കെ നമുക്ക് ഡിസ്കവർ ചെയ്യാൻ വേണ്ടി നേച്ചർ ഇങ്ങനെ ഓപ്പൺ ആയിട്ട് ഇട്ടിരിക്കുക. പക്ഷെ ഇതൊന്നും നമ്മൾ എക്സ്പ്ലോർ ചെയ്യുന്നില്ല. എന്ത് രസമാണ് നോക്ക്. എന്തൊരു ഡിഫറെൻ്റ് അല്ലേ ഫ്രം രാജസ്ഥാൻ. രാജസ്ഥാനിൽ ലക്ഷറിയും ഫോർട്ടൊക്കെ ആകുമ്പോൾ ഇവിടെ ടോട്ടൽ നേച്ചർ ആൻഡ് ഹോം പ്ലേസ്. സൂപ്പർ. ഐ ലവ് ദിസ് പ്ലേസ്. എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഓബിയസ്ലി രാജസ്ഥാനാണ് കൂടുതൽ കളർഫുൾ, കാണാനും നിങ്ങൾക്ക് അതൊക്കെ ആയിരിക്കും കൂടുതൽ ഇഷ്ടപ്പെട്ടത്. പക്ഷേ ഐ എം ടോട്ടലി എൻജോയിങ് ഹിമാചൽ മച്ച് മോർ ദാൻ രാജസ്ഥാൻ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാൻ ഇപ്പോൾ കാണണമെങ്കിൽ കണ്ട ഇനി ഇങ്ങനത്തെ ഒരു സീരീസ് കാണാൻ കിട്ടില്ല. പ്രിയ മലയിലും കല്ലും മരത്തിനിടയിൽ കൂടെയൊക്കെ നടക്കുന്നത്. നമ്മൾ എത്താറായി, നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്താറായി. ഞാൻ പറഞ്ഞാൽ ഈ പൈപ്പ് ഫോളോ ചെയ്താൽ മതി. ഇവിടെ വന്നു കഴിഞ്ഞാൽ പൈപ്പ് അവസാനിക്കുന്നിടത്താണ് നമ്മുടെ ഡെസ്റ്റിനേഷനും. Welcome to mini Thailand. How beautiful is this? How beautiful is this, Priya? അങ്ങനെ ഇരുന്ന് കുറച്ച് നേരം. This is look at this place. Look at this place. Magic of the nature. എന്തൊരു ഭംഗിയാ നോക്ക്. കുറച്ച് കഷ്ടപ്പെട്ട് ആൾക്കാരോട് ഇറങ്ങി കുളിക്കുന്നൊക്കെ ഉണ്ട്. വെരി സേഫ്, നോ ഇഷ്യൂസ് അറ്റ് ഓൾ. ഒട്ടും തെറ്റില്ല. പക്ഷെ നല്ല തണുപ്പാണ് വെള്ളത്തിന്. അതായത് മിനി തായ്ലൻഡിന് പറയാനുള്ള കാരണം എനിക്ക് തോന്നുന്നു ക്രാബിയിലോ ഫുക്കറ്റിലോ എവിടെ ഇങ്ങനത്തെ ഒരു റോക്ക് ഫോർമേഷൻ ഉണ്ട്. ആൻഡ് അതുകൊണ്ടാണ് തോന്നുന്നു മിനി തായ്ലൻഡ് എന്ന് പറയുന്നത്. പക്ഷേ
തായ്ലൻഡൊക്കെ ആണെങ്കിൽ ഫുൾ കമേഴ്ഷ്യലൈസ്ഡ് ആയിട്ട് നശിപ്പിഞ്ഞുകൊണ്ടിരിക്കുന്ന സ്ഥലമാണ്. ആ സമയത്ത് ഇവിടെയൊക്കെ കണ്ട ആരും ഡിസ്കവർ ചെയ്യുന്നില്ല. ഇനി നിങ്ങൾ OHF ചാനലിൽ കൂടെ ഇങ്ങോട്ട് വന്നാൽ വന്നു. അടിപൊളിയല്ലേ? തിരിച്ച് നടക്കാനുണ്ട്. ഫ്രീ ഐ കാൻ ഡ്രസ് ദ ടെംപ്റ്റേഷൻ. ഞാൻ നടക്കാൻ പോവാണ്. പറ്റുമെങ്കിൽ കുളിച്ചാൽ എനിക്ക് ഡ്രസ് ഇല്ല. എന്തായാലും ഈ ഷൂസ് അടിപൊളി ഷൂസാണ് സ്കെച്ചേഴ്സിന്റെ. അല്ലെങ്കിൽ ചിലപ്പോൾ കാലൊക്കെ മുറിയും. ഇതിപ്പോ വെള്ളം, ജിമ്മ്, 5 സ്റ്റാർ ഹോട്ടല്, ലോക്കൽ ഡാബ എല്ലാത്തിനും ഒരു ഷൂസ് മതി. തണുപ്പാ? ചാടാൻ തോന്നുന്നു പ്രിയ. അന്തും ജെഫ്രിനും ഉണ്ടായിരുന്നെങ്കിൽ തണുപ്പ് വലിയ വിഷയമല്ല. അങ്ങോട്ട് പോണ്ട, പിന്നും ഞാൻ ഷൂസ്. പ്രിയ പോവാലോ. ഇവരെ നോക്ക് തണുത്ത വെള്ളത്തിൽ കുളിക്കുന്നത്. ചെയ്യാൻ പറ്റുമോ? എന്റെ കാലിന് ഐസായിരിക്കും. ഐ കാൻ ഫീൽ മൈ ലെഗ്സ് ആൻഡ് നമ്പ്. എനിക്ക് നീന്താൻ അറിയില്ല. എന്തായാലും നമ്മളൊരു ഹിഡൻ പ്ലേസ് കഷ്ടപ്പെട്ടാണെങ്കിലും വന്നല്ലോ. അടിപൊളി. പാടായിരുന്നു, അത്യാവശ്യം കുറച്ച് പാടായിരുന്നു. ഇറ്റ്സ് ഈസി, പക്ഷെ ഫോർ യു ഇറ്റ്സ് ബിറ്റ് ഹാർഡ്. ഫസ്റ്റ് ടൈം അല്ലേ? എന്നാലും എൻജോയ് ചെയ്തില്ലേ വന്നത്? ജസ്റ്റ് ഈ റോക്ക് ഫോർമേഷനും എല്ലാം എന്തായാലും ഇറ്റ്സ് വർത്ത് ഇറ്റ്. നിങ്ങൾക്കും ഒരു പുതിയ കാഴ്ച സമ്മാനിക്കാൻ പറ്റിയെന്ന് വിചാരിക്കുന്നു. ഒരുപാട് തപ്പിപ്പിടിച്ച് കഷ്ടപ്പെട്ടാണ് ഞങ്ങൾ ഇവിടെ എത്തിയത്. ഹോപ്പ്ഫുള്ളി യു ഓൾസോ എൻജോയ് ദ സ്മോൾ ജേർണി വിത്ത് us. വേദനയ്ക്ക് ഓടാം. എന്നിട്ട് നമുക്ക് നല്ല സ്ഥലത്ത് പോയി കോഫി മോമോസും എൻ്റെ വക സ്പെഷ്യൽ മോമോസ് ആൻഡ് കോഫി ഫോർ ദിസ് ഹാർഡ് വർക്ക്. അതെ. അയ്യോ ഓ എത്തിന്നുള്ള ഫസ്റ്റ് സംഭവമാണ് ഇത്. ഇതൊക്കെ കാണും നിങ്ങൾക്ക് ഓൺ ദ വേ. അപ്പോൾ ഇതൊക്കെ നോട്ട് ചെയ്താൽ മതി. എന്തായാലും നിങ്ങൾ എപ്പോഴെങ്കിലും ജിബി വരുമ്പോൾ ഈ ഒരു വീഡിയോ റെഫറൻസ് ആയിട്ട് ഉപയോഗിക്കുക. മസ്റ്റ് വിസിറ്റ് പ്ലേസ് മിനി തായ്ലൻഡ് അല്ലേ? കുഴപ്പമില്ല, കോഫിയും മോമോസും കഴിക്കുമ്പോൾ ശരിയോ. യെസ്, പ്രിയ കംപ്ലീറ്റഡ് ദ ഡെഡ്ലി ഹൈക്ക്. ഇറ്റ്സ് നോട്ട് ദാറ്റ് ഈസി. കയറ്റാൻ കുറച്ച് പാടായിരുന്നു. എന്നാലും യു കംപ്ലീറ്റഡ് ഇറ്റ്. സോ സ്പെഷ്യൽ കോഫി ആൻഡ് മോമോസ്. ഓ ഡാഡി, ഒരു രക്ഷയില്ലാത്ത സംഭവമായിരുന്നു. ബ്ലോഗിൽ കാണാം. ആഹാ, കരഞ്ഞോ വേദു? നല്ല സ്ഥലമാണോ? ആ കരഞ്ഞോ വേദു? കരഞ്ഞോ? ഞങ്ങൾ കാറിനകത്ത് വേദുവിന് 1 മണിക്കൂർ ഇട്ടിട്ട് പോയാലും കരയാതെ ഇരുന്നോളൂ. യെസ് യെസ് യെസ്. പ്രിയ കഥച്ച് പാണി. അത്രയൊന്നുമില്ല, കുറച്ച് പാടാണ്. എന്താ അവിടെ ഉള്ളത്? അവിടെ അവസാനം ഒരു റിവർ ഒഴുകുവാണ്. പക്ഷെ അവിടെ തായ്ലൻഡ് പോലെ 2 പാറയുടെ ഇടയിൽ കൂടെ ഒക്കെയാണ് പോകുന്നത്. ഭയങ്കര ഭംഗി. വെള്ളം ബ്ലൂ കളറാ. പ്രിയ നല്ല കോഫി മോമോസും കുടിക്കാൻ. ഞാൻ ഉച്ചയ്ക്ക് ആ ബനോഫെ വാങ്ങിയത് ഇവിടെ നിന്നാണ്. ഭയങ്കര സംഭവം തോന്നുന്നു. പിസ്സ, ബർഗർ, സിസ്ലർ എല്ലാം ഉണ്ട്. നല്ല കഫേയാണ്, ജംഗിൾ വാലി കഫേ. കയറിക്കോ. ഓ പ്രിയ, എന്തൊരു ബ്യൂട്ടിഫുള്ളി വെൽഡൺ പ്ലേസ് ആണ് നോക്ക്. ജിബി ഈസ് അമേസിംഗ്. നോ, ഉള്ള കുറച്ച് സ്ഥലമാണെങ്കിലും ഉള്ളതെല്ലാം അടിപൊളിയാണ്. എല്ലാം നോർത്ത് ഇന്ത്യയിൽ നിന്നും പിന്നെ അങ്ങനെ മെയിൻ സ്ട്രീം ടൂറിസ്റ്റ് ഒന്നും അല്ല. പിള്ളേരായിട്ട് നമ്മളെ മാത്രമേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ വേദൂനെ കൊണ്ട് വന്ന പോലത്തെ നമ്മൾ വേറെ ആരും കണ്ടില്ലല്ലോ പിള്ളേരെ. പ്രിയ, ദേ ഹാവ് ന്യൂട്ടെല്ല ബനാന പാൻകേക്ക്. I'll come here for breakfast tomorrow. തൊട്ടടുത്തല്ലേ ഹോട്ടലിന്റെ. I'll come here, I'll sit here, I'll enjoy this view, I'll enjoy this beautiful cafe and have Nutella pancake with cold coffee and 1 cheese omelette. Oh, in ജിബി. ഇതൊക്കെ ജിബി നടക്കുമെന്ന് വിചാരിച്ചു. ആ ചില ബ്രെഡും ജാമും കഴിച്ച് ജീവിക്കേണ്ടി വരുന്നു. അങ്ങനെ ഫേവറേറ്റ് ഡ്രിങ്ക് ഇൻ ജിബി കിട്ടി. നല്ല ഫ്രോത്തി കോൾഡ് കോഫി ഞാൻ കുടിച്ചു. കോൾഡ് കോഫി ശരിക്കും കുടിക്കുമ്പോൾ ഇങ്ങനെ ലിപ്സിലിരിക്കണം. അത്രയും ഫ്രോത്തി ആയിരിക്കണം കോൾഡ് കോഫി. ഐസ്ക്രീം പാടില്ല. റിയൽ നൈസ് കോൾഡ് കോഫി ഐസ്ക്രീം പാടില്ല. ക്രീം കുറച്ചിടാം, അല്ലെങ്കിൽ നല്ല കോഫിയുടെ ഹിൻറ്റും നല്ല തണുത്ത പാലും കുറച്ച് ഷുഗർ, വേറെ ഒന്നും പാടില്ല. പക്ഷെ നല്ല ഫ്രോത്തി ആയിരിക്കണം. അതാണ് ഇവിടെ കിട്ടിയത്. ഇനി മോമോസ്, ചിക്കൻ മോമോസ്. വേദു ചിൽ ചിൽ ഡാൻസ് 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 ഡാൻസ്. ക്യാമറ തട്ടി കേട്ടോ കേട്ടോ. എന്തൊരു ഹാപ്പിയാ. തണുപ്പായതുകൊണ്ടാണ് ജാക്കറ്റ് ഒന്നും ഇല്ലാതെ ഇരിക്കുക. ചൂടാണെങ്കിൽ തീർന്നു. ഇനി തൊട്ട് ഞങ്ങൾ തീരുമാനിച്ചു എല്ലാ മാർച്ച് ഏപ്രിൽ മാസത്തിൽ എവിടെയെങ്കിലും ഞങ്ങൾ വിന്റർ ബ്രേക്സ് എടുക്കും. ഇഫ് യൂട്യൂബ് ചാനൽ ഇസ് ഗോയിങ് വെൽ, ഇങ്ങനെ നന്നായി പോവുകയാണെങ്കിൽ ഒരു വിന്റർ എസ്കേപ്പ്. ആൻഡ് നിങ്ങൾ എല്ലാ ചൂട് മാസവും ഞങ്ങളുടെ കൂടെ ജോയിൻ ചെയ്താൽ എല്ലാ വർഷവും നമ്മൾ ഏതെങ്കിലും ഉള്ള തണുപ്പുള്ള സ്ഥലത്തേക്ക് പോവാം. 1 മാസം എസ്കേപ്പ് ടു ദ വിന്റർ വണ്ടർലാൻഡ്സ്. അപ്പോൾ വേറൊരു ഇതുപോലത്തെ ഡാൻസും കാണാം.
ഡാൻസ് 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 ഡാൻസ്. ഓ എന്തൊരു സന്തോഷം, എന്തൊരു സന്തോഷം. ഓ ഓ ഓ ഓ ഗൈസ്, എന്താണെന്നറിയോ, നമ്മൾ താമസം ഫുഡ് ശരിയായില്ലെങ്കിൽ നമ്മൾ ഒരിക്കലും നമ്മുടെ ട്രാവൽ എൻജോയ് ചെയ്തില്ല. ഇപ്പം നമുക്ക് എന്താ സന്തോഷം, ഇത്രയൊക്കെ ട്രാവൽ ചെയ്തു, കുറച്ച് ട്രെക്ക് ചെയ്തു, വാട്ടർഫാൾ കണ്ടു, ട്രെക്ക് ചെയ്തു, എല്ലാം കഴിഞ്ഞു. കോഫി, ഇപ്പം നല്ല കോഫി, കൂൾ കോഫി കുടിച്ചു, തിരിച്ച് നമ്മുടെ റൂമിലേക്ക് പോകുന്നു അല്ലേ. ആ റൂമിൽ പോയി നമുക്ക് ആറ്റിക്കിലൊക്കെ കുറച്ച് വേദമായിട്ടൊക്കെ കളിക്കാം കേട്ടോ. നല്ല രസമല്ലേ, എൻജോയ് ചെയ്യാം കേട്ടോ, ഫുൾ റൂം. പക്ഷെ ഞാൻ ഇന്ന് ചിലപ്പോൾ വർക്ക്ഔട്ട് ചെയ്യും, നല്ല മൂഡുണ്ട്. ടയർഡ് ആണെങ്കിൽ എക്സസൈസ് ചെയ്യാൻ പോവാം. പ്രിയ, രാത്രി എന്തായാലും വീട്ടിൽ കമ്മ്യൂണിറ്റി ഹാവ് ഡിസേർട്ട്. ഓക്കെ, കുറേ ഫ്രഷ് കേക്ക്സ് ഒക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു പ്രിയ. ഇതെനിക്ക് കൊതി വന്നപ്പോൾ ജസ്റ്റ് ഒന്ന് ഓർഡർ ചെയ്തതാണ്. വേണ്ടല്ലോ, ചോക്ലേറ്റ് ബോളാണ്. രാത്രി എന്തായാലും ഒരു കമ്മി ബനാന കാരമൽ കേക്ക്, ചോക്ലേറ്റ് ഫച്ച് കേക്ക് ഇപ്പൊ ബേക്ക് ചെയ്ത് വെച്ചോളൂ. നോക്കട്ടെ, ചോക്ലേറ്റ് ബോൾ കണ്ടാൽ ഞാൻ ഇങ്ങനെ കഴിക്കാതെ പോകും. ഇത് വലിയ മധുരം ഇല്ല കേട്ടോ, പക്ഷെ ഫുൾ ചോക്ലേറ്റ് കേക്കാണ് വിത്ത് സം കോക്കനട്ട്. മോമോസ് വന്നിട്ടുണ്ടല്ലോ, വേണ്ടല്ലോ. ഡാഡി ഫസ്റ്റ് ഈ ചട്നി ഒന്ന് കഴിച്ചു നോക്ക്. ഇവരിവിടെ ഉണ്ടാക്കുന്ന ചട്നിയാണ്. എരിവുണ്ടോ? മോമോസ് ഇവിടെ ഹിമാചലിൽ വന്നു കഴിഞ്ഞാൽ, ഉത്തരാഖണ്ഡിലൊക്കെ പോയാൽ ഈ തണുപ്പുള്ള സ്ഥലത്ത് നല്ല ഒരുപാട് ടിബറ്റൻ സെറ്റിൽമെന്റ്സ് കാണും. അതുകൊണ്ട് മോമോസ് അടിപൊളിയായിരിക്കും. ഇവിടുത്തെ മോമോസും അതുപോലെ തന്നെ ലൈറ്റ് ബാറ്റർ, ഫുള്ളി സ്റ്റഫ്, ചിക്കൻ്റെയും ചില്ലിയുടെ ഒക്കെ ടേസ്റ്റ് കിട്ടും. ചെറിയ പീസസ് ഓഫ് സവാള, ചെറിയ പീസ് ഓഫ് ചില്ലി. ഇറ്റ് ഇസ് സോ ടേസ്റ്റി, മൈ ഗോഡ്. എന്തെങ്കിലും പറയാനുണ്ടോ? വെരി ടേസ്റ്റി, വെരി ഹോട്ട്. പക്ഷെ നമുക്ക് സോസ് ഒന്നും ആവശ്യമില്ല. ചമ്മന്തിയോട് ചേർത്ത് കഴിക്കണം. നല്ലതാണോ? വെൽക്കം ബാക്ക് ടു അവർ ഹോം സ്റ്റേ. വേദ്, എന്തൊരു സന്തോഷം. ഇവിടെ തന്നെ നമ്മുടെ ബെഡ്റൂം ഒക്കെ കാണാം. നൈസ്. നമുക്ക് എനിക്ക് മേളിക്ക് ഒരു ആറ്റിക്കില് പോയി കിടന്ന് വീഡിയോ എഡിറ്റ് ചെയ്യണം, പക്ഷെ വർക്ക്ഔട്ട് ചെയ്യണം. ആരും ഇല്ലാട്ടോ ആ സൈഡിലൊക്കെ ഇരിക്കാൻ. ഷോ എന്തൊരു ഭംഗിയാ. I don't want to go from here, Priya. എനിക്ക് സത്യം പറഞ്ഞാൽ I love this place more than Shimla. Yeah, it's much more prettier. ആൾക്കാർക്ക് very crowded. It's like a city, അല്ലേ? This is like unexplored and less crowd. അതാണ് ഈ സ്ഥലത്തിന്റെ ബെസ്റ്റ് പാർട്ട്, ലെസ് ടൂറിസ്റ്റ്. അതെ അതെ. ഞാനിപ്പോ കുറച്ചു നേരം വർക്ക്ഔട്ട് ചെയ്യട്ടെ കേട്ടോ. വർക്ക്ഔട്ട് ചെയ്യുവാണെങ്കിൽ വർക്ക്ഔട്ട് കഴിഞ്ഞിട്ട് ഞാൻ വരാം. വാട്ട് എ ബ്യൂട്ടിഫുൾ പ്ലേസ് ടു കം ബാക്ക്. നല്ല കംഫർട്ടബിൾ ബെഡ്, ഓപ്പൺ വിൻഡോസ്, കുറച്ച് അൺടൈഡി ലഗേജ്. ദില്ലുൻ്റെ ആണല്ലോ. പിന്നെ ഒന്നും അല്ലാതെ ഇവിടെ. ഓ, പ്രിയ മോഹൻ ഇസ് വർക്കിംഗ് ഓർ ബാങ്കോക്ക് ഫാഷൻ ഇൻ ബിറ്റ്വീൻ നേച്ചർ. ഇവിടെ ആക്ച്വലി കുറേ പേര് വർക്ക് അറ്റ് ഹോമിൻ്റെ പരിപാടിയിൽ 1-2 മാസത്തേക്കൊക്കെ വന്ന് നിൽക്കുന്നുണ്ട്. ഞാൻ കണ്ടായിരുന്നു, ഞാൻ സംസാരിച്ചായിരുന്നു. പ്രിയ, നമുക്ക് ഇവിടെ നിന്ന് 1 മാസം വർക്ക് ചെയ്താലോ? ഈ ഒരു വ്യൂവിലും ഈ ഒരു ആംബിയൻസിലും കൊതുകും ഇല്ല, ചൂടും ഇല്ല, ഒന്നുമില്ല അല്ലേ? കുറെ വേദം ഉണ്ട് ഇരിക്കാനായിട്ട് എല്ലാവരെയും കണ്ട. ആ വേദുവിന്റെ വാച്ചില് ഈ നമ്മൾ വാളിലേക്ക് അടിച്ചു കഴിഞ്ഞാൽ, മറന്നുപോയി ഞാൻ, വാളിലേക്ക് അടിച്ചു കഴിഞ്ഞാൽ സ്പൈഡർമാന്റെ സൂപ്പർമാന്റെ ഒക്കെ പടം വരും. പക്ഷെ ഇന്ന് ഓർമ്മിപ്പിക്കണം കേട്ടോ, രാത്രി ഒന്ന് വെച്ച് കാണിക്കാൻ, ഷൂട്ട് ചെയ്യാൻ. അതെ, വേദുവിന്റെ അല്ലേ? എന്താ വേദു കാണിക്കുന്നേ? അച്ഛനും മോനും കൂടെ ഹോളിഡേക്ക് വന്നിട്ട് എക്സസൈസ് ചെയ്യാൻ. ഇതിനാണോ വന്നേ വെക്കേഷന്? ഇതുകൊണ്ടല്ലോ എന്തായാലും ഇത്തവണ നാട്ടിൽ തിരിച്ചു പോകുമ്പോ കുറച്ചുകൂടെ ഫിറ്റ് ആയിട്ട് ഞാൻ പോകുള്ളൂ. എത്ര ടയർഡ് ആണെങ്കിലും എക്സസൈസ് മുടക്കരുത്, നിങ്ങളും മുടക്കരുത്. ആ ഒരു മോട്ടിവേഷൻ എനിക്ക് കിട്ടിയിരുന്നെങ്കിലോ. നിങ്ങൾ എല്ലാരും ചെയ്യണം കേട്ടോ. ഹെൽത്ത് ഇല്ലെങ്കിൽ എന്ത് പൈസ ഉണ്ടെങ്കിലും എന്തൊക്കെ ഉണ്ടെങ്കിലും എനിക്ക് ഇങ്ങനത്തെ എക്സസൈസ് ഒന്നും പറ്റില്ല. ഇത് വാമപ്പ് എക്സസൈസ് തുടങ്ങിയിട്ടില്ല. ഇന്നത്തെ വർക്ക്ഔട്ട് 1 hour 5 minutes ആണ്. 1 hour 5 minutes. വെരി ഹാർഡ്. ഇത് നോക്കിയിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ എളുപ്പമാണ്. അയ്യോ. എവിടെ പോയാലും ട്രെയിനർ കൂടെ ഉണ്ട്. ട്രെയിനർ എന്റെ പോക്കറ്റിലാണ്. ഓഫ്, ഇതൊക്കെ എനിക്ക് ഭയങ്കര ഡിഫിക്കൽട്ടായ എക്സസൈസ്. വേദു കിടക്കുക വെറുതെ. വേദു അമ്മേനെ പോലെ അല്ലേ? വേദു ഒരിക്കലും അല്ല.
ഓക്കെ ഓഫ് ചെയ്താൽ ഞാൻ വർക്കൗട്ട് ചെയ്തിട്ട് കാണാം. 1 hour 6 minutes വർക്കൗട്ട് അത് കംപ്ലീറ്റ് ആയി. ഇത്രയും തണുപ്പത്ത് നിങ്ങൾക്ക് ഇത്രയും ഞാൻ മേർക്കണമെങ്കിൽ എത്ര ഹാർഡ് വർക്കൗട്ട് ആയിരിക്കും എന്ന് അറിയാലോ. പക്ഷേ ഫെൽറ്റ് റിയലി ഗുഡ്. എനിക്ക് വർക്കൗട്ട് കഴിഞ്ഞാൽ ഒരു പ്രോട്ടീൻ ഷേക്ക് കുടിക്കണം. ദൈവം എൻ്റെ മുകളിൽ ചർച്ച ഉണ്ടായിരുന്നു പ്രോട്ടീൻ ഷേക്ക് നല്ലവണ്ണം കേടാന്നൊക്കെ. ഒറിജിനൽ പ്രോട്ടീൻ ഷേക്ക് ഇസ് ആബ്സല്യൂട്ട്ലി സേഫ്, മച്ച് സേഫർ ദാൻ ഓൾ ദീസ് സോ കോൾഡ് ഹെൽത്ത് ഡ്രിങ്ക്സ്, ബോൺവിറ്റ, കോംപ്ലാൻ, ഹോർലിക്സ് ഒക്കെ കാട്ടി. കാരണം 0 sugar പ്രോപ്പർ വേ എന്നുള്ള പ്രോട്ടീനാണ്. ഇപ്പം എനിക്കൊരു 10-15 വർഷത്തെ റിസർച്ചിൻ്റെ വായിച്ച് അറിവിൻ്റെ ഒരു ബലമാണ്. പ്ലസ് ഞാൻ 15 years ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു വേ പ്രോട്ടീൻ. ഓക്കെ, നമ്മുടെ സെർലാക്കിൽ വരെ വേ പ്രോട്ടീൻ ഉണ്ട്. അതില്ലാത്തതുകൊണ്ട് തൽക്കാലത്തേക്ക് നിന്ന് പീനട്ട് ബട്ടർ പോസ്റ്റ് വർക്കൗട്ടായിട്ട് കഴിക്കാം. ഒന്ന് പോയി കുളിച്ച് ഫ്രഷ് ആയിട്ട് കുറച്ച് വീഡിയോസ് എടുത്തിയുണ്ട്. അതിന് ഡിന്നർ ടൈമിൽ നമുക്ക് കാണാം. അപ്പോൾ നമ്മുടെ ഫേവറേറ്റ് എന്നാലും കിട്ടിലും വർക്കൗട്ട് ആയിരുന്നു. ഇനി നമ്മുടെ ഫേവറേറ്റ് ഡിന്നർ ടൈം. എൻ്റെ ഫേവറേറ്റ് ടൈം ഡിന്നർ ടൈമാണ്. ലഞ്ചും ബ്രേക്ക്ഫാസ്റ്റും സ്നാക്കിനും കാട്ടി എനിക്കിഷ്ടം ഡിന്നറാണ്. വേറെ ആരുമില്ല ഞാൻ പറഞ്ഞ പോലെ. അപ്പോൾ ഇന്ന് ചൈനീസിലേക്ക് പറയാമെന്ന് വിചാരിച്ചു. രാത്രി ഇവരൊരു ലോക്കൽ ഹിമാലയൻ ഫുഡ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് കൊണ്ടുവരുമെന്ന് അറിയില്ല, കൊണ്ടുവരുമെങ്കിൽ അതും കാണിക്കാം. പക്ഷേ ആദ്യമേ കൊണ്ടുവന്നിരിക്കും നല്ല സോയ സോസ് ഒക്കെ ഇട്ട് നല്ല ചിക്കൻ നൂഡിൽസാണ്. ലുക്ക് സോ ഫ്ലേവർഫുൾ. എന്തായാലും പ്രിയൻ ഡാഡിയൊക്കെ വരട്ടെ. വലിയ തണുപ്പില്ല അകത്ത്, വെളിയിൽ നല്ല തണുപ്പുണ്ട്, അകത്ത് വലിയ തണുപ്പില്ല. പക്ഷേ ഞാൻ നാട്ടിലത്തെ കാര്യം ആലോചിക്കും. അമ്മ വിളിച്ചിട്ട് പറയാം ഭയങ്കര ചൂടാന്ന്. സോ ഐ എം ഫീലിംഗ് സോ ഗുഡ് ബീങ് ഹിയർ. ഹായ് വേദു ചൂടത്ത് പോയോണ്ടല്ലോ ഏറ്റവും ദേഷ്യം ഇറിറ്റേറ്റഡ് ആയിട്ടുള്ള പയ്യൻ വേദു ആയിരിക്കും. തണുപ്പത്ത് വന്നു കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല. അപ്പോൾ നമ്മുടെ ഫുൾ സ്പ്രെഡ് വന്നിട്ടുണ്ട്. പക്ഷേ നമ്മുടെ ഹിമാലയൻ ലോക്കൽ ഫുഡ് എന്താണെന്ന് അറിയാം, സിദ്ധു എന്ന് പറഞ്ഞ സാധനമാണ്. അതും കൂടെ വരും. ഞാൻ ഉച്ചയ്ക്ക് അധികം ചിക്കൻ കഴിക്കാത്തതുകൊണ്ട് രാത്രി നല്ല പ്രോട്ടീൻ കഴിക്കാൻ വിചാരിച്ചു. നല്ല സോയയിലൊക്കെ മുക്കിയ നല്ല ചില്ലി ചിക്കൻ, നല്ല ഹോട്ട് നൂഡിൽസ്, അടിപൊളി ഫ്രൈഡ് റൈസ്. ആൻഡ് ഇനി നമ്മുടെ സിദ്ധും കൂടെ വന്നു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റി ഫുഡാണ് കേട്ടോ. ഇവിടെ റിയലി ടേസ്റ്റി. ഇതാണ് ഗൈസ് സിദ്ധു. ഇതിൻ്റെ അകത്ത് എന്ത് വേണമെങ്കിലും സ്റ്റഫ് ചെയ്യും കേട്ടോ. അങ്ങനത്തെ ഒരു സംഭവമാണ്. വലിയൊരു ബേക്ക് ബൺ പോലെയാണ്. നമുക്ക് എന്തായാലും അകത്ത് എന്താന്ന് നോക്കാം. കുറച്ച് ചൂടൊന്നും ആറട്ടെ. ഇവിടുത്തെ ലോക്കൽ കുസീനാണ്. ഞാൻ ചട്നിയുടെ ഫ്ലേവർ എന്താണെന്ന് നോക്കട്ടെ. ഇതിൻ്റെ അകത്ത് ഭയങ്കര കട്ടിയുള്ള ബൺ. ഇതിൻ്റെ അകത്ത് എന്താണെന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ എപ്പോഴും ഐഡിയ കിട്ടിയിട്ടില്ല. പൊട്ടേറ്റോ ഒക്കെയാണെന്നാണ് തോന്നുന്നത്. പക്ഷെ അങ്ങനെ ഭയങ്കര വാവ് സംഭവമൊന്നുമല്ല. ചുമ്മാ ഒരു തമാശയ്ക്ക് തണുപ്പത്ത് കഴിച്ചുകൊണ്ടിരിക്കുക. സ്റ്റീംഡ് ആയതുകൊണ്ട് ഹെൽത്തി ആണല്ലോ. അത്രേ ഉള്ളൂ. ഭയങ്കര സംഭവമൊന്നും ഇല്ല കേട്ടോ. ഭയങ്കര എക്സ്പെക്ടേഷൻ ആയിരുന്നു എനിക്ക്. Guys, it is very cold outside. അല്ലേ പ്രിയ? ഇറ്റ് ഈസ് വെരി കോൾഡ്. ആൻഡ് നമ്മൾ ഡെസേർട്ട് കഴിക്കാൻ പോയില്ല. കാരണം ഞാൻ ഇത്രയും വർക്കൗട്ട് ഒക്കെ ചെയ്ത ഒരു ഗിൽറ്റി കോൺഷ്യസ്. നാളെ കഴിക്കാമെന്ന് വിചാരിച്ചു. നാളെ ഇല്ല ലാസ്റ്റ് ഡേ ഇൻ GB. അതുകൊണ്ട് പ്രിയം കഴിച്ചില്ല. എന്തായാലും റൂമിനകത്ത് കയറിയപ്പോൾ ഒരു സന്തോഷമുണ്ട്. ഞാൻ പതുക്കെ മുകളിലേക്ക് കയറി പോകാൻ പോവാണ്. ഓക്കെ വേദു അയൺമാൻ ആണ്. ഓ ഹീറ്ററൊക്കെ ഉണ്ട്. സോ റൂമിനകത്ത് ഇറ്റ്സ് വെരി കംഫർട്ടബിൾ. ആൻഡ് എന്തായാലും ഞാൻ കുറച്ച് നേരം പോയി വ്ളോഗൊക്കെ എടുത്തിട്ട് ഞാൻ മുകളിലത്തെ ഭാഗം രാത്രി നിങ്ങളൊന്ന് കാണിച്ചു തരാം. അപ്പം ഞാനും വേദുമോനും മുകളിൽ ആറ്റിക്കിൽ വന്നു. ഇത് കണ്ട ആറ്റിക്കിൽ രാവിലെയൊക്കെ നല്ല വ്യൂ ആയിരിക്കും കേട്ടോ. ഇപ്പം ഒന്നും കാണാൻ വയ്യ. പക്ഷെ ജസ്റ്റ് സീ ഹൗ സേഫ് ആൻഡ് ഹൗ ബ്യൂട്ടിഫുൾ ഇറ്റ് ഇസ്. അല്ലേ വേദു? ഫുൾ കാർപ്പറ്റഡ് ആണ്. സോ ദാറ്റ് മേക്സ് ഇറ്റ് വെരി വാം. പിന്നെ ഇത് അടച്ചിടാം ഞാൻ പറഞ്ഞ പോലെ. അപ്പോൾ അതിൻ്റെ മുകളിൽ നിന്നാലും കുഴപ്പമൊന്നുമില്ല. ചെറിയ ചെറിയ വിൻഡോസ്. വേദുവിന് പറ്റിയ ബെഡിന് ഉരുണ്ട് വീണാലും ഒന്നുമില്ല. കാരണം ഹൈറ്റ് ഇല്ല. കുട്ടി ചേസ്. വാട്ട് എ ബ്യൂട്ടിഫുൾ പ്ലേസ് വേദു. ഓ ഭയങ്കര ഹാപ്പി ആയി പോയല്ലോ. ഓക്കെ, അപ്പോൾ അതാണ് നമ്മുടെ മെയിൻ ഏരിയ, റെസ്റ്റോറൻ്റ് ഒക്കെ. അതൊക്കെ പോട്ടെ. അപ്പോൾ ഐ എം ടോട്ടലി എൻജോയിങ് ദിസ് പ്ലേസ്. ആൻഡ് ഇനിയിപ്പം ഞാനും ഇതിവിടെ കുറച്ച് നേരം കളിക്കാൻ പോവാണ്. അത് കഴിഞ്ഞ് പറഞ്ഞ പോലെ വ്ളോഗ് എഡിറ്റ് ചെയ്യാനൊക്കെ ഉണ്ട്. നാളെ കിട്ടില്ലെന്ന് ദിവസമായിരിക്കും കേട്ടോ. നാളെ ഞങ്ങളൊരു ഭയങ്കര ഹൈക്ക് പ്ലാൻ ചെയ്തിട്ടുണ്ട്. നടക്കില്ലെന്ന് അറിയില്ല. അത് നടക്കില്ലെന്ന് അറിയണമെങ്കിൽ നാളെ നിങ്ങൾ 10 AM ഞങ്ങളുടെ OHF ഇവിടെ വിത്ത് ബ്രേക്ക്ഫാസ്റ്റിന് വരിക ഫോർ അനദർ ഹോൾ ഡേ. അപ്പോൾ അതുവരെ സ്റ്റേ ഹാപ്പി, സ്റ്റേ ഹെൽത്തി. ഫ്ലൈങ് കൊടുത്തില്ല. ഓക്കെ, ഇനി ബെഡിൽ പോയി ചാച്ചിക്കാം. ബൈ.